ഒരു ഇവിടുന്ന് അങ്ങോട്ട് ഹൈസ്കൂൾ ജംഗ്ഷനിൽ ചെന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് വി എസിൻ്റെ വീടിൻ്റെ അപ്പുറത്തൂടെ നേരെ ഹൈവേയിലേക്ക് പോകുന്ന ഒരു 500 മീറ്റർ ഇല്ല ഹാൾ EMS അവിടെയാണ് അത് നടന്നത്. പലവൂര് തന്നെയാണ്. അപ്പോൾ എന്തിനാണ് പലവൂര് കൊണ്ടുവച്ചതെന്നുള്ളത് നമുക്കറിയില്ല. കാരണം ജില്ലാ കമ്മിറ്റിയുടെ ആണെന്നാണ് മനസ്സിലാക്കിയത്. പോസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ DC ഓഫീസിൽ പോയപ്പോൾ പോസ്റ്റ് ചെയ്യാൻ കണ്ടു. അപ്പോൾ അവിടെ പങ്കെടുക്കുന്നതായി കണ്ടവരെ ഒന്നും പങ്കെടുക്കേണ്ടവരല്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം MLA ഉണ്ട്, ജില്ലാ സെക്രട്ടറി ഉണ്ട്, വേറൊരു ജില്ലയിൽ ഉള്ള അനിൽകുമാർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് പറ്റുമോ പറഞ്ഞു ടെലിവിഷനിലൊക്കെ വന്ന് സംസാരിക്കുന്ന ഒരു സഹമാണ്. അപ്പോൾ അവരാരും പങ്കെടുക്കണമെന്ന് പറയാനില്ല. പക്ഷേ പങ്കെടുക്കുന്ന ആർക്കും അടിയന്തരാവസ്ഥയുടെ അനുഭവമുള്ളവരല്ല. അതെ, അതാണ് ഞാൻ ചോദിച്ചത്. ഒരു 53 വയസ്സുള്ള ഒരാളവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്കത് 3 വയസ്സേ ഉള്ളൂ. അതെ, 10 വയസ്സ് കൂടുതലുള്ള ആരുമില്ല. അത് അവർ ചിന്തിക്കേണ്ട കാര്യമാണ്. ഒന്നുകിൽ അവർ സീരിയസ് ആയി എടുത്തില്ല, അല്ലെങ്കിൽ ഈ അറിവ് കുറവും പരിചയക്കുറവും കൂടെ ഒരുമിച്ച് വരാം. അല്ല, അതിനകത്തൊരു ഒഴിവാക്കൽ ഫീൽ ചെയ്യും. അറിവ് കുറവും പരിചയക്കുറവും എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റുകാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്, അതെപ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത കാര്യങ്ങൾ ആ ബന്ധപ്പെട്ട് പറഞ്ഞുകൊണ്ട് തന്നെ ചെയ്യത്തുള്ളൂ കമ്മ്യൂണിസ്റ്റുകാർ. അതാ കമ്മ്യൂണിസം. അല്ലാതെ ഇപ്പോൾ ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് മട്ടി പ്രവർത്തിച്ചാൽ എങ്ങനെ ഇരിക്കും? ആളുകൾ വിശ്വസിക്കുമോ? ആൾക്കാർക്ക് ആ പഴയ മുന്നപ്ര വയലാറും അതുപോലെയൊക്കെയുള്ള കാലം മുതലുള്ള കാര്യങ്ങളെ പറ്റിയല്ലേ അത് മനസ്സിലിങ്ങനെ പതിഞ്ഞ് കിടക്കുകയില്ല. അത് എവിടെയെങ്കിലും മായ്ച്ചു കളയാൻ ആരെങ്കിലും വിചാരിച്ചാൽ പറ്റും. അതിൻ്റെ മുകളിലാണ് ഇന്ന് ഞങ്ങളൊക്കെ പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ ഒരു ചരിത്ര നിഷേധം ഉണ്ടായിരുന്നു അതിനകത്ത്, ഒരറിവ് അജ്ഞത, ഈ കാലത്ത് പാർട്ടി എങ്ങനെ നയിക്കണമെന്നുള്ള പ്രശ്നമുണ്ട് അതിനകത്ത്. അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിപരമായ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. ജില്ലാ സെക്രട്ടറിയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് 2 ദിവസം കഴിഞ്ഞു വന്നു. ഇത് അടിയന്തരാവസ്ഥയിലെ അനുഭവങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി വിളിക്കുകയോ അല്ല ഒരു പ്രഭാഷണം നടത്താനാണ്. അപ്പോൾ അതേപ്പറ്റി എന്ത് പറയാനാണ്? അടിയന്തരാവസ്ഥയിലെ അനുഭവങ്ങളെക്കാൾ പ്രധാനം ഒരു പ്രസംഗത്തിനാണ് എന്ന് ജില്ലാ സെക്രട്ടറി തന്നെ സ്റ്റേറ്റ്മെൻറ്റിൽ കൂടി പറയുക എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് പറയാനാണ് നമ്മൾ? അതിന് എന്ത് മറുപടി പറയാൻ? അത് പോട്ടെ. MLA പറഞ്ഞു ഞങ്ങൾ വിളിക്കാനിരുന്നതാണ് വേറൊരു പരിപാടിക്ക്, തുടർ പരിപാടിയുണ്ട്. അപ്പോൾ ഈ അന്ന് ആദ്യത്തെ വിദ്യാർത്ഥി പ്രശ്നം അവിടെ ഇന്ത്യയിൽ അതിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ പോയ ഞാനടക്കമുള്ള ബേബിയടക്കമുള്ള ആളുകളെ, വിജയകുമാരടക്കം ആളുകളെ വിളിക്കാൻ ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു തരത്തിലുള്ള വിവാദം വന്നപ്പോൾ പിന്നെ ഞങ്ങളത് തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വിശദീകരണം. അതിനൊന്നും നമ്മൾ ഡിസ്പ്യൂട്ട് ചെയ്യുന്നില്ല. ഒന്നും ആവശ്യമില്ലല്ലോ.